നുസ്രത് ജഹാൻ, ഇത് ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് അതീവ സുപ്രധാനമായ രണ്ട് പടവുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒന്ന്, വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ചുള്ള JPC-യുടെ റിപ്പോർട്ടിന് അംഗീകാരമാകുകയാണ്. 14 ഭേദഗതികളോടെ വഖഫ് ഭേദഗതി ബിൽ നടപ്പിലാകാൻ പോകുന്നു. മറ്റൊന്ന്, ഉത്തരാഖണ്ഡിൽ നിന്നുമാണ് ആ ശുഭവാർത്ത. യൂണിഫോം സിവിൽ കോഡ് അവിടെ നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രണ്ട് നാഴികക്കല്ലുകളെ നാം കാണേണ്ടത്? അതാണ് നരേന്ദ്രമോദി രാജ്യത്തിന് കൊടുത്ത ഒരു ഉറപ്പ്. രാജ്യത്തെ മനുഷ്യർക്ക് നിങ്ങൾ തുല്യരാണെന്നുള്ളതിനുള്ള ഉറപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയിൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയപ്പോ അത് എനിക്ക് വേണ്ടിയല്ല, മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യ ജീവികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞതുപോലെ ഉത്തരാഖണ്ഡിൽ ഇറങ്ങിയ UCC ഒരു ഉത്തരാഖണ്ഡിനോ ആ മുഖ്യമന്ത്രിക്കോ അല്ല, ഈ രാജ്യത്തെ ഒന്നായിട്ടുള്ള രാജ്യത്തിന്റെ നിവാസികൾക്കാണ്. പ്രത്യേകിച്ചും ഏറ്റവും വിവേചനം അനുഭവപ്പെടുന്നത് നിയമം കൊണ്ട് മുസ്ലിം സ്ത്രീകളാണ്. അവർക്കൊരു നിയമം വരുന്നത് എന്നുള്ളത് ഏറ്റവും ആഹ്ലാദത്തോടെ തന്നെ അത് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം ഒരേ സമയം. കാരണം വിവേചനം അനുഭവപ്പെടുന്ന ഒരു നിയമത്തിന്റെ പേരിലല്ലാതെ ശരിയാ നിയമം പറഞ്ഞിട്ട് ഡെമോക്രാറ്റിക് രാജ്യത്ത് ഇത്ര വലിയ ഒരു വിവേചനം ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ ഇസ്ലാമിക രാജ്യത്തല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദ ഗ്രാമർ ഓഫ് അനാർക്കി. ഭരണഘടന നടപ്പാക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അതിന് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യണ തലേ ദിവസം പ്രസംഗിച്ചതാ 1949 നവംബർ 25. അന്ന് നടപ്പിലാക്കുന്ന പിറ്റേ ദിവസം അത് ജനങ്ങൾക്ക് എങ്ങനെയാവുന്നുള്ളേ. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, ജനാധിപത്യം നടപ്പാക്കുമ്പോ സ്വീകരിക്കുന്ന ജനങ്ങൾ ഏത് വിധത്തിലാണോ അവരുടെ നിലവാരം അനുസരിച്ചിരിക്കും നമ്മുടെ നടപ്പാക്കുന്ന കാര്യങ്ങൾ. അതന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ ഓരോ വാക്കുകളും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക. അതാണ്. അപ്പോ ഈ ഒരു ഭരണഘടന പറയുമ്പോ അദ്ദേഹം അതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു മരത്തിനെ പോലെയാണ്. ഒരു മരം കാലഘട്ടത്തിനനുസരിച്ച് വളർന്ന് വേരുണ്ടായി വളർന്ന് വലുതായി പന്തലിച്ചു വരുമ്പോ അതിന്റെ എല്ലാ ഋതുക്കളും എല്ലാ കാലാവസ്ഥക്കും അനുയോജ്യമായി വരുന്നതും അതിനെങ്ങനെയാണോ പുഷ്പിക്കുന്നത് അതുപോലെ വേണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞ രാജ്യത്ത് നമ്മൾ കാണുന്നത് സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ അന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കാത്തത്, അന്ന് എഴുതി വെച്ചപ്പോ മുഴുവൻ കാര്യങ്ങളും പ്രാബല്യത്തിൽ വരാൻ പറ്റാത്തപ്പോ ഒരു ചങ്കൂറ്റമുള്ള ഒരു നേതാവ് വരണല്ലോ. ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ഇത് തീരുമാനിക്കേണ്ടത്, അതും അതാണല്ലോ, വേറെ ആരും അല്ലല്ലോ. അപ്പോ ആ വരുന്ന സമയത്ത് കാര്യങ്ങൾ ആൾക്കാർക്ക് ജനങ്ങൾക്ക് നീതിപൂർവമായി കിട്ടുന്ന ഒരു കാര്യം വരുമ്പോ ഇതിനെ കറുത്ത ദിനമായി കാണുന്ന, എല്ലാത്തിനും കരിദിനമായിട്ട് കാണുന്നതിനെ നമുക്കൊന്നും പറയാനില്ല. കരിദിനമായി കണ്ടത് നമ്മളെ കരിദിനം എന്നായിരുന്നു 1975 ഭരണഘടനയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ നീച പ്രവൃത്തി ശ്രീമതി ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നടപ്പാക്കിയപ്പോഴാണ് നമ്മൾ രാജ്യം കണ്ട ഇന്നലെ 75 വർഷം ആഘോഷിച്ച ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കറുത്ത ദിനം അല്ലേ? അതെ. ആ കറുത്ത ദിനത്തിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായി. ആ കറുത്ത ദിനം കൊണ്ടാണ് ഇവിടെ ഒരു വെളുത്ത ദിനം ഉണ്ടാവാനുള്ളത്. അന്നുദിച്ച ഒരു ഡയമണ്ട് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നരേന്ദ്രമോദി. 1975 എന്താ പറയാ, എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന് രാജ്യത്തിന് ശക്തി പകരാൻ വേണ്ടി ആ സമയത്ത് എല്ലാ ഡോക്യുമെന്റ്സും ഓരോ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള എമർജൻസിക്ക് എതിരായുള്ള ഡോക്യുമെന്റ് സമ്പാദിച്ചതും അതിനെതിരെ പ്രവർത്തിക്കാനും ഒക്കെ വന്ന ഒരു പ്രധാനമന്ത്രിയാണ്, ഒരു മനുഷ്യനാണ് ഇന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രി. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ നടപ്പാക്കിയാലാണ് ഇവിടെ ഭരണഘടന ഓരോ മനുഷ്യന്റെ കയ്യിലും നമ്മൾ അതിന്റെ സ്വാതന്ത്ര്യം കൊണ്ടാടുക. അല്ലാതെ സ്വാതന്ത്ര്യ ദിനത്തിന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. വളരെ സന്തോഷമുണ്ട്, ഇന്നലെ 75 വർഷം തികയുമ്പോ തന്നെ
ഒരു സ്റ്റേറ്റെങ്കിലും അത് നടപ്പാക്കി ഇവിടെ എല്ലാവർക്കും സ്ത്രീ നിയമം കിട്ടുന്നത്. അപ്പൊ ഇതിൽ ആർക്കും എത്ര വലിയ വിഷമം? ഏറ്റവും വലിയ സംഭവം കിട്ടുന്നത് ആർക്കാണ്? സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക്. വിവാഹം, സ്വത്ത് അവകാശം, ഈ രണ്ട് സാധനമല്ലേ ഒരു സ്ത്രീനെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോ അതന്നെ ഇവിടെ പറഞ്ഞു, ഒരു ഉസ്താദ് പറഞ്ഞു സ്ത്രീകളും ആണുങ്ങളും ഒന്നിച്ചു പോയി വർക്ക് ചെയ്യരുത്. ഒന്നിച്ചു പോയി കൂട്ടത്തിൽ വർക്ക് ചെയ്യാണ്ട് ഒരാൾക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല, എവിടെയായാലും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലുള്ള ഒരു സമുദായത്തിനെ കൈപിടിച്ച് ഉയർത്തിലേക്ക് കൊണ്ടുവരേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇത് ശരീഅത്ത് രാഷ്ട്രമല്ലല്ലോ, ഡെമോക്രാറ്റിക് രാജ്യമല്ലേ. അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ സ്വത്തവകാശം ഇല്ലാത്ത സ്ത്രീകൾക്ക് പോകുമ്പോ തന്നെ അവർക്ക് കേരളത്തിൽ വളരെയേറെ പ്രബുദ്ധമാണ് എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരിൽ നിന്നും ഇത്തരത്തിലൊരു പ്രസ്താവന ഉണ്ടായത്. ഇങ്ങനെ ഇടകലർന്നുള്ള രീതിയൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ത്രീ വിരുദ്ധത, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ അടുക്കളയ്ക്കകത്ത് പൂട്ടിയിടുന്ന, പൂമുഖത്തേക്ക് പോലും വരാൻ അനുവദിക്കാതെ വീടിനകത്ത് പൂട്ടിയിടുന്ന ആ അധമ സംസ്കാരത്തിന്റെ വക്താക്കളാണ് ഇത്തരത്തിൽ വലിയ എതിർപ്പുമായി വരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, ഈ ആ സ്ത്രീക്ക് ജോലി ചെയ്യാൻ പാടില്ല മിക്സ് ചെയ്ത്. ആ സ്ത്രീക്ക് ഒരു പെൺകുട്ടി മാത്രമുള്ള കുടുംബത്തില്, മുസ്ലിം കുടുംബത്തിലെ 4 മുസ്ലിം പെൺകുട്ടികളാണെങ്കിൽ ഒരു ബാപ്പ മരിച്ചുപോയ ആ മുസ്ലിം കുടുംബത്തിലെ ആ പെൺകുട്ടികൾക്ക് അച്ഛന്റെ സ്വത്തിന് അവകാശമില്ല നമുക്ക്. അതെ. അപ്പൊ ആ സ്ത്രീയാണ് പിന്നെ ഇവര് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഒരു ഭാഗത്തുനിന്ന് പറയും. ആ കുട്ടി സ്റ്റേജിൽ വന്ന ഒരു അവാർഡ് വാങ്ങുകയാണെങ്കിൽ ഇവര് തള്ളിക്കളയും. പിന്നെ ആ പെണ്ണ് ഒരിക്കലും മുമ്പിൽ വരരുത്, ഉറച്ചത്തിൽ സംസാരിക്കരുത്, 4 ചുവരുകൾക്ക് അപ്പുറം ഒരു സ്ത്രീയുടെ വോയിസ് കേൾക്കാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് പറഞ്ഞ് എത്ര പെൺകുട്ടികളെ തടവിലാകപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ അറ്റ്ലീസ്റ്റ് അവരെ സ്വത്തെങ്കിലും അവരെ കയ്യിൽ വരുമല്ലോ, ഒരു നിയമം ഉണ്ടോണ്ട്. അതുകൊണ്ട് വഖഫ് ബില്ല് പോലെ തന്നെ ഒരു ബോർഡ് ഇന്നല്ലല്ലോ നമ്മുടെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം. ഡെമോക്രാറ്റിക് രാജ്യത്ത് ആ രാജ്യത്തെ നിയമം ഒരു കോടതി ഉണ്ടാവുമ്പോ എന്തിനാണ് നമുക്ക് ഇവിടെ ഒരു ശരീഅത്തിന്റെ ഒരു കോടതി? ഇപ്പൊ വഖഫ് ആണെങ്കിലും സുപ്രീം കോർട്ടിൽ പോലും അംഗീകരിക്കൂല. അത് വഖഫ് കോർട്ടിൽ തന്നെ പോണം, അല്ലെ? ട്രിബ്യൂണലിൽ തന്നെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നം. അത് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ്. അല്ലാതെ ഒരു സാധുവായ മുസ്ലിമിന്റെ സ്വത്തല്ല പോണത്. പണക്കാരന്റെ കയ്യിൽ പിടിച്ചടക്കി വെച്ച സ്വത്തുക്കളാണ് വഖഫ് ബില്ലിലൂടെ നമുക്ക് രാജ്യത്തിന് ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അത് എവിടെന്നാ വന്നത്? ഇന്ത്യ വിഭജിച്ചപ്പോ ഇതൊക്കെ വലിയ ശരിക്കും നമ്മളെ മീഡിയകളോ നമ്മളെ ജനങ്ങളുടെ ഇടത്തോ ഡിസ്കസ് ചെയ്യാത്ത ഫ്രീഡം ഫൈറ്റേഴ്സ് ഇവിടുന്ന് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിലേക്ക് പോകുമ്പോ രാജ്യം വിഭജിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ ഇട്ടുപോയ കുറെ സ്വത്തുണ്ട്. ആ സ്വത്തുക്കളൊക്കെ പലതും ഇവര് 99 years ലീസിലും വഖഫുമായിട്ട് എഴുതി വെച്ചതാണ്. ദാറ്റ് ഈസ് എനിമി പ്രോപ്പർട്ടി എന്നാ പറയുക അതിന്. ആ എനിമി പ്രോപ്പർട്ടി ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണം സെയ്ഫ് അലി ഖാന്റെ 1500 കോടി ഗവൺമെന്റിൽ പോണു. കേസ് അയാൾക്ക് ഇതാക്കാൻ പറ്റിയിട്ടില്ല, പ്രൂവ് ചെയ്യാൻ പറ്റില്ല. 1500 കോടി എവിടെ നിന്നാണ്? അയാളുടെ നാനീന്റെ എന്ന് പറയുമ്പോൾ അയാളുടെ അച്ഛന്റെ അമ്മന്റെ ആണ് സ്വത്ത്. അതെന്തുകൊണ്ടാണ് വെച്ചാൽ പാകിസ്ഥാനിലേക്ക് വിഭജിച്ച് പോയി കഴിയുമ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് അതിൽ വലിയൊരു സ്റ്റോറി. അത് അവിടെ കേൾക്കണ്ടേ? ആ ഒരു സ്ത്രീ, ഒരു അമ്മുമ്മ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അപ്പൊ ഈ സ്വത്തുക്കളെല്ലാം ഇവരെ പേരിൽ ഇവര് നോക്കൂ. പക്ഷെ ഇസ്ലാമിക് ലോയില് പോവുകയാണെങ്കിലും ഈ സ്വത്തിന് പെണ്ണ് മാത്രമുള്ളവർക്ക് അവിടെ അവകാശമില്ല. ആ അവകാശം പോവുക ആർക്കാണ്? വഖഫ് പള്ളിയിലേക്കോ അവരുടെ വേറെ അനന്തര അവകാശികൾക്കോ ആണ് ആക്ച്വലി ഇസ്ലാമിക് ലോ അനുസരിച്ച് പോവാ. പക്ഷെ ഗവൺമെന്റിന്റെ അനുസരിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഡെമോക്രാറ്റിക് രാജ്യത്തില് ഈ സ്വത്തുക്കൾ ഗവൺമെന്റിലേക്ക് വരണം. ആ ഗവൺമെന്റിലേക്ക് വരാൻ വേണ്ടിയാണ് ഇപ്പൊ UP-യിൽ യോഗി ആദിത്യനാഥ് ഒരുപാട് ഭൂമികൾ പിടിച്ച് ഇത് നോക്കി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഈ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തുകയുണ്ടായി. 19,000 ഏക്കർ ഭൂമിയാണ് UP-യിൽ വഖഫ് ബോർഡ് കൈയടക്കി വെച്ചിരിക്കുന്നത്. അതിൽ 14,000 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് സർക്കാർ ഭൂമിയാണ്, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. അതായത് ബഹുഭൂരിഭാഗം സ്വത്തുക്കളും ഇങ്ങനെ കൈയടക്കി വെക്കപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ ഭൂമിയാണ്. അത് എത്രയോ ഭവന പദ്ധതികൾ ഉൾപ്പെടെ ജനങ്ങൾക്ക്, സാധുക്കളായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഭൂമിയാണ്. അതാണ് ഈ ഒരു പ്രത്യേക അവകാശത്തിന്റെ പേരിൽ പിടിച്ചു വെക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നത്. അതിനെയൊക്കെയാണ് ഇവിടെ എതിർക്കുന്നത്.
അതെ, രണ്ട് തരം രീതിയിലാണുള്ളത്. ഇപ്പോ മുഗൾസ് ഇന്ത്യ വിട്ടു പോകുമ്പോ അവര് ഗവൺമെന്റ് പിന്നെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ടെറിട്ടോറിയൽ ലാൻഡ് ഒക്കെ അവരുടെ പക്കലാക്കി വെച്ചിരുന്നു. അപ്പൊ അതിനെ അവര് വിട്ടു പോകുമ്പോ ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കം ടു ഇന്ത്യ ഗവൺമെന്റ്. അപ്പൊ അത് വരുന്നതിന് പകരം ആ ഇംഗ്ലീഷ് പിന്നെ അത് അങ്ങനെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷുകാർ വന്ന് അവര് പോകുമ്പോ അത് തിരിച്ചിങ്ങോട്ട് വരണം. ഇന്ത്യ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്നതിന് പകരം അന്നത്തെ കോൺഗ്രസ് നേതാക്കള് നെഹ്റു, ഗാന്ധിജിയും എല്ലാം സപ്പോർട്ട് ചെയ്തവര് 99 ഇയേഴ്സ് ലീസിന് പല ആൾക്കാരെ പേരിൽ സ്വത്തുക്കൾ ഇപ്പൊ ഡൽഹിയിൽ തന്നെ ഒരുപാട്, ഞാൻ ഇതിലൂടെ ഒരു അന്വേഷണം തന്നെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിലൂടെ അവരുടെ കയ്യിലാക്കി കുറെ സാധനങ്ങൾ മുസ്ലിം എന്നുള്ള ആ സംഗതി വരുന്ന മുസ്ലിം ആൾക്കാരുണ്ടെങ്കിൽ അവർക്കുണ്ടായിരുന്ന, അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന നേതാക്കന്മാരെ അത് വഖഫ് ബില്ലായി. അപ്പൊ എല്ലാവർക്കും കിട്ടുമല്ലോ. വഖഫ് ബില്ലാവുമ്പോ വഖഫിൻ്റെത് പിന്നെ അതിന്റെ വരുമാനവും കേന്ദ്ര ഗവൺമെന്റിനും കിട്ടും, ഈ ആൾക്കാർക്ക് കിട്ടും. അങ്ങനെയാണ് ഈ ഇത് ഭൂമി പിന്നെ യു-പിയിലും ഡൽഹിയിലൊക്കെ വീതിച്ച്. പിന്നെ പാർട്ടീഷൻ സമയത്ത്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയല്ലേ പാർട്ടീഷനും നടക്കുന്നത്. അപ്പൊ പാർട്ടീഷൻ വരുമ്പോ ഏറ്റവും പൈസ ഉള്ള ആൾക്കാരെ, ലാഹോർ ഒക്കെ കൂടുതൽ ഹിന്ദുസ് ആയിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത്, പഞ്ചാബീസ്. അപ്പൊ ഈ പഞ്ചാബീസിന് എന്നും മുസ്ലിങ്ങളോടൊക്കെ ഭയങ്കര വിരോധം എന്താണെന്ന് ചോദിച്ചാല്, സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ലാൻഡ് അവർക്കൊക്കെയാ പോയിരിക്കുന്നത്, പഞ്ചാബീസ്. അപ്പൊ അവരവിടെ ആയിപ്പോയി. ഇവിടെ പിന്നെ അവിടെ ഇട്ടത് അവിടെ, പക്ഷെ അവിടെ ഇട്ടത് അവരെന്ത് ചെയ്തു, അവരുടെ കാര്യങ്ങളായിട്ട് അവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ എന്ത് ചെയ്തു, എല്ലാം മുസ്ലിങ്ങളെ പേരിലും കോൺഗ്രസിലെ വലിയ ആൾക്കാരുടെ പേര്. ഇതിനെ ചോദ്യം ചെയ്ത RSS പ്രവർത്തകരെയാണ് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നത്. ഇതൊക്കെ ഒരു നെറേറ്റീവ് സ്റ്റോറി അന്ന് ഹിസ്റ്ററി എഴുതി വെച്ചുണ്ടാക്കാനും ഇവർക്ക് നല്ല മിടുക്കുണ്ടായി. ഇതൊക്കെ അറിയുന്ന ഒരാളും, ഏത് പറഞ്ഞാലും ഇതൊക്കെ അറിയുന്ന ഒരാളും അവർക്കൊന്നും സപ്പോർട്ട് ചെയ്യില്ല ഈ കോൺഗ്രസിന്. ഈ രാഹുൽ ഗാന്ധിനോടും പ്രിയങ്ക ഗാന്ധിനോടും ഒന്നും ദയയില്ലാത്ത ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ പറയാ, ക്രൂരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളോട് അവര് ബിഹേവ് ചെയ്ത്. അവര് ഈ ഡൽഹി വിട്ട് അങ്ങോട്ടൊക്കെ ഓടണമെങ്കിൽ ഒരാളും അവരെ അഡ്മിറ്റ് ചെയ്യില്ല അവിടെ. ഈവൻ കോൺഗ്രസ് ആൾക്കാർ വരെ ഇല്ല. അത് കാരണം ഇതാണ്. കാരണം ഇവര് എല്ലാത്തിനും മറ്റുള്ളവർക്ക് സ്വത്തുണ്ടാവേണ്ടിരിക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കി. ഈ രാജ്യം നെഹ്റു കുടുംബത്തിന്റെ പ്രോപ്പർട്ടി ആക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് പല പ്രോപ്പർട്ടികളും. ഇവിടെ ഒരു ചെംഫോർഡ് പറഞ്ഞിട്ട് ഒരു ക്ലബ് ഉണ്ട്. അവിടെ പിന്നെ ഏറ്റവും വലിയ ഹൈ എൻഡ് ആൾക്കാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. ഇറ്റ്സ് എ വെരി ഗുഡ്. അത് ഒരു ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി ഉണ്ടായതായിരുന്നു. അത് ആരെ കയ്യിൽ ലീസ് ചെയ്യുന്നു അറിയോ? നെഹ്റുവിന്റെ കയ്യില്. നെഹ്റു ഇന്ദിരാഗാന്ധി കല്യാണം കഴിച്ചപ്പോ ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി താമസിച്ച ആ വീട്ടിലായിരുന്നു. ഇന്നിപ്പോ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ. അതൊക്കെ അവര് പിടിച്ചെടുത്തു. ഓരോന്ന് ഗവൺമെന്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അത് കാരണം രാഷ്ട്രത്തിന്, അല്ലാതെ ഇവരാരെയും RSSകാർക്ക് ആരെയും വീട്ടിൽ കൊണ്ടുപോകാനൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ ആർക്കും അതിന്റെ ആവശ്യമില്ല. രാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിട്ടാ, ആരെയും പേരിലല്ല. ഒരു നേതാവിന്റെയും പേരിൽ ഒരു പ്രോപ്പർട്ടിയും കാണൂല യു-പിയിലും ഡൽഹിയിലും. അത് കാരണം അതിന്റെ ഫുൾ രേഖകളുണ്ട് പുറത്തുവിടാൻ. ഇവരെ പോലെ ട്രാൻസ്പെറന്റ് അല്ലാതെ. അപ്പൊ ഇതൊക്കെ ഇനിയിപ്പോ ഇതൊന്നും ഇവിടെ സാധിക്കില്ല. ഇത് 10 കൊല്ലം കൊണ്ടുണ്ടായി. അപ്പൊ ആകെ ഇനി വർഗീയത വെച്ച് പെണ്ണുങ്ങളെ ഒഴിവാക്കുന്നത്. ഹലാല എന്ന് പറഞ്ഞ ഒരു സംഗതിക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്തു. ആ UCC വരുന്നതോടുകൂടി അതുണ്ടാവും. ഇപ്പൊ ഒരാള് കല്യാണം കഴിച്ച് ഒഴിവാക്കി നോക്കുക. ഇപ്പൊ എന്നെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയ ഭർത്താവിന് എന്നെ സ്വീകരിക്കണമെങ്കിൽ ഇടക്കാലത്ത് ഇനി ഒരു ഒരാള് വന്ന് കല്യാണം കഴിക്കണം. ഒരു പിന്നെ മിഡിൽ ആ ആളെ കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസത്തിന് നിക്കാഹ് ചെയ്തോ 2 ദിവസത്തിനോ നിക്കാഹ് ചെയ്തോ ഒഴിവാക്കും. എന്നാൽ മാത്രമേ ആദ്യത്തെ ആൾക്ക് ഈ ഭാര്യനെ സ്വീകരിക്കാൻ പറ്റൂ. അത് ഇവിടെയൊക്കെ നല്ലോണം നടക്കുന്ന, പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലും ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു കൊടുക്കൂല. കെട്ടിക്കഴിഞ്ഞാൽ ചിലർ ഞാൻ പോകില്ല പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ അടിയും കൊലപാതകങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഹലാല എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അതിന് പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇതൊക്കെ സ്ത്രീ വിരുദ്ധമായ സംഗതികൾ ഇവർ ചെയ്തത് ഇവർക്ക് എങ്ങനെ ശത്രുത തോന്നുന്നത്, എങ്ങനെയാണ് ഡാർക്ക് ഏജ് ആവുന്നത്, അതെനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ കൂടുതൽ ഏകീകൃത ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്.